പഠിക്കാൻ പ്രയാസമില്ലാത്ത ഒരു മേഖലയിൽ മാത്രം സലഫിയത്ത് സ്വീകരിക്കുകയും എനിക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നിടത്ത് സലഫിയത്ത് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ലോകത്തൊരാൾക്കും ഉണ്ടാകാൻ പാടില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ വിനയത്തോടെ അവന്റെ ദീനിനെ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ തൗഫീക്ക് തരുമാറാകട്ടെ. മനുഷ്യരല്ലേ ഉള്ളവരെ, നമ്മൾ അബദ്ധങ്ങൾ ആർക്കാണ് സംഭവിക്കാത്തത്? അപാകതകൾ ആർക്കാണ് വന്നു ചേരാത്തത്? ഗഫൂറുർ റഹീമുമായ നാഥന്റെ മുമ്പിലതാ കൃത്യമായി പറഞ്ഞുകൊണ്ട് എന്നിലേക്ക് ഏറ്റുപറയുമ്പോൾ പടച്ച റബ്ബ് നമുക്ക് വലിയ വലിയ കവാടങ്ങൾ തുറന്നു തരിക. എന്ത് വേണം? പഠിച്ചത് മറച്ചു വെക്കണ്ട. കൃത്യമായി ഇസ്ലാമികമായ ദഅവത്ത് നമ്മൾ നടത്തിക്കൊള്ളണം. അതല്ലേ പഠിച്ചു ഒരു ഭാഗത്തിരിക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. മാനവ സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഇവിടെ കൂടിയ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കിയ കാര്യമല്ലേ? വൽ അസ്റി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. സർവ്വ മനുഷ്യരും ത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് കരകയറുവാൻ അല്ലാഹു വെച്ച 4 ഉപാധികൾ. ഒന്ന് സത്യവിശ്വാസമാണ്, മറ്റൊന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ്. അതുകൊണ്ടും തീർന്നില്ലല്ലോ. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അതെല്ലാവരുടെയും ബാധ്യത തന്നെ. ആ ഹഖ് കൊണ്ട് ഉപദേശിക്കുമ്പോൾ വല്ലാത്ത സഹനവും ക്ഷമയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും സ്വയം നേടുകയും അത് മറ്റുള്ളവർക്ക് ഉപദേശമായി നൽകുവാനുള്ള ഒരവസ്ഥയിലേക്ക്, അവസരത്തിലേക്ക്, സ്ഥാനത്തേക്ക് നമ്മൾ ഉയരുകയും ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതല്ലേ ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ പഠിപ്പിച്ചത്? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നീ നമസ്കാരം നിലനിർത്തണം. നിസ്കരിച്ച് വീട്ടിലിരുന്നോ എന്നല്ല. വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൊണ്ട് എന്റെ കുഞ്ഞുമോൻ കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എന്റെ മോൻ തടയണം. നിന്നെ ബാധിക്കുന്ന ഏത് വിഷമങ്ങളിലും നീ നന്നായി സഹിക്കേ. അതാണ് ഏറ്റവും ധീരമായ നിലപാടെന്ന് ഒരു ബാപ്പ മകന് ഉപദേശം നൽകുന്നു. ആ ധീരതയുടെ സന്ദേശം ഏറ്റെടുത്തവരാണ് നമ്മൾ. അത് പറയാനാണ് നമുക്ക് സംഘടന, അത് പറയാനാണ് നമുക്ക് കൂട്ടായ്മ. സംഘടനയാണ് എന്ന് ധരിച്ചവരല്ല നമ്മൾ. അതൊന്നും ഇല്ലാതെയായിട്ടും പടച്ച റബ്ബ് നമ്മെ മൂലക്കിരുത്തിയിട്ടില്ലല്ലോ. പലരും വിചാരിച്ചത് അങ്ങനെയാണ്. അയാൾക്ക് സ്റ്റേജ് കിട്ടില്ല, ഇനി അയാൾ നാട് തണ്ടേണ്ടി വരും, ഇനി അയാളുടെ ജനം മാനിക്കില്ല, ഇനി അയാൾ മൈക്ക് സ്വപ്നം കാണില്ല, അയാളുടെ രീസങ്ങൾ മുടക്കുമെന്ന്. അതേ ഗിർവാണം മുഴക്കിയ തമ്പ്രാക്കന്മാരൊക്കെ എവിടെ പോയി? അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്താണ്, യുദ്ധരംഗത്ത് സഹാബത്തിന്റെ കൂടെയാണ്. അതേ യുദ്ധരംഗത്ത് സഹാബത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലഖ് യുദ്ധമുഖത്താണ്. ആ സന്ദർഭത്തിലതാ ഒരു അബ്ദുള്ള ആക്രോശമുണ്ട്. ഏതാണ് ആ അബ്ദുള്ള? ചരിത്രത്തിന്റെ പിന്നിലേക്ക് പോയിക്കോ. ഒരു അബ്ദുള്ളയുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിക്കിന്റെ നേതാവാണ്. മദീനയിൽ അധികാരത്തിന്റെ കുപ്പായം തുന്നിയിരിക്കുന്നയാളായിരുന്നു. തനിക്ക് അധികാര കസേര കിട്ടുമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട അബ്ദുല്ലാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും കടന്നുകയറ്റം മദീനയിൽ തെല്ലൊന്നുമല്ല ആലോസരമുണ്ടാക്കിയത്, തെല്ലൊന്നുമല്ല അയാൾക്ക് വിഷമമുണ്ടാക്കിയത്. അയാളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി. മദീനയിൽ ഇസ്ലാം ഇങ്ങനെ വളർച്ച പ്രാപിക്കുകയാണ്. അയാളുടെ സ്വപ്നങ്ങൾ തകർന്നുപോകുമോ എന്ന് തോന്നുകയാണ്. എന്താണ് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവസരം എന്ന് പാർത്തു നടക്കുകയാണ്. ആ അബ്ദുള്ളയദാ സമരരംഗുള്ള മുസ്ലിമീങ്ങളുടെ കൂടെ പിന്നാലെ കൂടി. ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ അവിടെ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയപ്പോൾ ഇവിടെയും മുഹമ്മദും അനുയായികളും അടിവെച്ച് വളരുകയാണെന്ന് കണ്ടപ്പോൾ അബ്ദുള്ളാവിന്റെ അനുയായികളോട് പറഞ്ഞു, ഇവരൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ്, മദീനയിലേക്ക് അങ്ങ് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാം. മദീനയിലെത്തിയാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ അന്തസ്സുള്ളവർ. ആരാണ് അന്തസ്സുള്ളവൻ? അബ്ദുള്ളയും അവന്റെ അനുയായികളെയുമാണ് അവൻ അന്തസ്സുള്ളവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്താക്കുമെന്ന്
ആട്ടിപ്പുറത്താക്കും. അതേ, ആരെ പുറത്താക്കും? അൽ അദൽ, അന്തസ്സില്ലാത്ത, അഭിമാനമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത നിന്ദ്യന്മാരായ ആളുകളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അബ്ദുള്ള പറഞ്ഞു. ആരെയാണ് അവൻ ഉദ്ദേശിച്ചത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശം കേട്ടുകൊണ്ട് ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളെ മദീനത്ത് നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അല്ലാഹു ആയത്തിറക്കുകയാണ്, എടോ നീ എന്താ വിചാരിച്ചത്? അന്തസ് നീയാണോ കൊടുക്കുന്നത്? അന്തസ് ഇല്ലാതാക്കുന്നത് നീയാണോ? ആരുടെയെങ്കിലും അന്തസ് കളയാൻ നീ ആരാണടോ? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹുവിന്റെ റസൂലിനാണ് അന്തസ്സുള്ളത്, അല്ലാഹുവിനാണ് അന്തസ്സുള്ളത്. ആ സത്യത്തെ, റസൂലിനെയും അള്ളയെയും പിൻപറ്റിയ വിശ്വാസികൾക്കാണ് അന്തസ്സുള്ളത്. അത് നീ തീരുമാനിക്കുന്നതല്ലടോ. നീയാണടോ ആരെയാണ് പുറത്താക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവൻ. നീയാണോ അന്തസ് കൊടുക്കുന്നവൻ? നീയാണോ അന്തമില്ലാതാക്കുന്നത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. ഓ പ്രിയപ്പെട്ട സഹോദരാ, പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾക്കൊള്ളിച്ചോ, അല്ലാഹുവേ മാലിക്കുൽ മുൽക്കായ റബ്ബേ, അധികാരം കൊടുക്കുന്നവൻ നീയാണ്, അധികാരമുള്ളവന്റെ അധികാരം തെറിപ്പിക്കുന്നവനും നീയാണ്, അന്തസ് കൊടുക്കുന്നവൻ നീയാണ്, അന്തസ്സില്ലാതാക്കുന്നതും നീയാണ്. എല്ലാം കയ്യിലാണ്, ഒരു തമ്പ്രാക്കന്മാരുടെ കയ്യിലുമല്ല എന്ന്. പക്ഷേ മുനാഫിക്കിനുണ്ടോ വല്ല പിടിപാടും? വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിക്കിന് ഒരു വിവരവുമില്ലല്ലോ. ആ വിവരക്കേടുള്ള മുനാഫിക്ക് നിർത്തിയില്ല, അവൻ ഭീഷണി നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നാലെ ആളുകൾ വെച്ചടി ആ തൗഹീദിന്റെ മാസ്മരികമായ വലയത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നു എന്ന് കണ്ടപ്പോൾ അബ്ദുള്ള പിന്നെയും പ്രഖ്യാപിച്ചു, ഇങ്ങനെ ഇവന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ആനുകൂല്യം കിട്ടിയിട്ടാണ്, നമ്മുടെ ചോറ് കൊടുത്തിട്ടാണ്, നമ്മുടെ സ്ഥാപനങ്ങളിൽ അവൻ പ്രവർത്തിച്ചിട്ടാണ്, നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടാണ്. അബ്ദുള്ള പറഞ്ഞു, യഖൂലൂന, അവർ പറയാൻ തുടങ്ങി, ലാ തുൻഫിഖൂ അമൻ ഇൻദ റസൂലില്ലാഹ് ഹത്താ യൻഫളൂ മിൻ ഹൗലിഹി. കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒപ്പമുള്ളവർക്ക് ചെലവിന് ഇനി കൊടുത്തു പോകരുത്. അതേ, രുത് പിരിച്ചുവിട്ടോളണം. നൽകുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും മദീനയിൽ അവർക്ക് നിർത്തിവെച്ചോളണം. അങ്ങനെ ആനുകൂല്യം കിട്ടാതാകുമ്പോ, ഭൗതിക ലോകത്ത് ജീവിക്കാൻ പ്രയാസമാകുമ്പോ, ഭൗതിക ലോകത്ത് നിൽക്കക്കള്ളിയില്ലെന്ന് വരുമ്പോ, ആരും തങ്ങളെ പരിഗണിക്കുന്നില്ലെന്ന് വരുമ്പോ, എല്ലാവരും ആട്ടും തുപ്പും കൊണ്ട് തങ്ങളെ അഭിഷേകം ചെയ്യുമ്പോ, അതേ ആദർശത്തിൽ നിന്ന് പിരിഞ്ഞ് തന്റെ കൂന്നോളുമെന്ന് അബ്ദുള്ള പ്പോൾ പടച്ച റബ്ബ് മറുപടിത്തു, അബ്ദുള്ള നിനക്കറിയാമോ, അബ്ദുള്ളയുടെ അനുയായികളെ നിങ്ങൾക്കറിയാമോ, ലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ് വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. എടോ, ഖജനാവ് അല്ലാഹുവിന്റെ എത്രയാണെന്നോ, കൊടുത്താൽ തീരാത്ത വലിയ ഖജനാവാണ് അല്ലാഹുവിന്റെ ഖജനാവ്. ആ ട്രഷറിയിലെന്ന് കൊടുത്താൽ തീരൂല. ആകാശഭൂമിയുടെ ഖജനാവ് അല്ലാഹുവിന്റെ അടുക്കാണ്. പക്ഷേ മുനാഫിക്കിനുണ്ടോ വല്ല അന്തവും? മുനാഫിക്ക് വിചാരിച്ചത് താൻ കൊടുക്കുന്ന നക്കാപ്പിച്ച നിന്നാൽ ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്നാണ്. ഓ മുസ്ലിമീങ്ങളെ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒപ്പം കൂടിയ പാവപ്പെട്ട സഹാബിമാരെ അതേ ചെല്ലും ചെലവും ഇനി നിർത്തലാക്കും, നിന്നെ ഞങ്ങൾ പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഭീഷണിക്ക് മുമ്പതറാ ഉറച്ചു നിന്ന സഹാബാ കിറാമില്ലേ, അവരാണ് നമ്മുടെ നായകന്മാർ, അവരാണ് നമ്മുടെ നേതാക്കന്മാർ. പതറിപ്പോകണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 6 മിനിറ്റ് കഴിഞ്ഞലും സമ്മേളനത്തിൽ നീക്ക് വേണ്ടി മാത്രം, ആരുടെ പക്ഷം തരാതെ നീതിക്ക് വേണ്ടി മാത്രം, പടച്ച റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അഴിഞ്ഞിലും സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചതിന് ഇനി എന്തൊക്കെ പുകിലുകളാ ബാക്കിയുള്ളത്? പിറ്റേ ദിവസം മുഴുവൻ ആളുകളെ കൊണ്ടും കടിച്ചു കീറിച്ചു. തീർന്നില്ലല്ലോ, അങ്ങോട്ട് വരാം, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇനി കിട്ടാതെ ഉഴലും എന്ന് പറഞ്ഞു. നിങ്ങളുടെ കാസറ്റുകൾ ഇതാ
ചവിട്ടി പൊട്ടിക്കും, ജനങ്ങൾക്കിനി വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബി അല്ലാഹ് നിറകണ്ണുകളോട് റബ്ബിനോട് അവിടെ വെച്ചും പറഞ്ഞു, ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് എനിക്കല്ല മതി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്റ്റേജുകളും കുറഞ്ഞിട്ടില്ല, ഒരു റിസ്ക്കും കുറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും തടയപ്പെട്ടിട്ടില്ല. വേണമെങ്കിൽ 20 കൊല്ലത്തിനിടക്ക് പോലും കിട്ടാത്ത, 20 കൊല്ലത്തിനിടക്ക് പ്രവാസ ജീവിതത്തിൽ കിട്ടാത്തത്ര അത്യുന്നതമായ ഒരു വേദി ഇമാറാത്തിലെ ദുബായിലെ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന അതേ 10,000 ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമ്മേളന സദസ്സ്. അവിടെയതാ തൗഹീദ് പറയാൻ, അതേ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ, കാരുണ്യത്തിന്റെ സന്ദേശമെത്തിക്കാൻ പടച്ച റബ്ബി വിനീതൻ അവസരം നൽകിയത്. അതെന്റെ പവറല്ല, ആരുടെയും പവറല്ല. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ആര് തകർക്കാൻ വിചാരിച്ചാലും, ആരൊഴിവാക്കാൻ വിചാരിച്ചാലും ബാധ്യതയല്ലാതെ നിങ്ങൾക്ക് കുറയുന്നില്ല എന്ന് പഠിപ്പിക്കാനാണ്. മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതേ പടച്ച റബ്ബ് അത്തരത്തിലുള്ള വേദികൾ നമുക്ക് ഇനിയും തുറന്നു തരുമാറാകട്ടെ. ഈ ദീന്റെ പവറാണത്, ഈ സത്യത്തിന്റെ പവറാണത്. എത്ര പേടില്ല, സീലില്ല, അധികാരമില്ല, സംഘടനയില്ല, ആരുമില്ല. അതേ പലരുടെയും ഭീഷണികളാണ്, ഏഷണികളാണ്, മുശിരിക്കെന്ന വിളിയാണ്, അതേ പാട്ടുകാരൻ എന്ന വിളിയാണ്. അതേ എന്ത് തന്നെ വിളികൾ വിളിച്ചാലും റബ്ബേ നീയല്ലേ കേൾക്കുന്നവൻ, നീയല്ലേ അറിയുന്നവൻ. അതേ അല്ലാഹ് മഅനാ. ഏത് പ്രതിസന്ധി വരുമ്പോഴും ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, ഞാൻ സുദീർഘമായി ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് എന്നോടെന്ന പോലെ ഒരു കാര്യം പറയട്ടെ. അതേ പിന്നിലാർത്തലച്ചു വരുന്ന ഫറോവയുടെ പട്ടാളം ബുദ്ധിൽ നോക്കുമ്പോഴുള്ള ശക്തമായ തിരമാലകളുള്ള അതേ ആ നിലക്കുള്ള കടലാണ് മുന്നിൽ കാണുന്നത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരും സഹായത്തിനില്ല. മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും കടൽ കടക്കാൻ ചെന്നു നോക്കുമ്പോൾ വാഹനമില്ലല്ലോ, തോണിയില്ലല്ലോ, കപ്പലില്ലല്ലോ, പിന്നിലേക്ക് ഓടാനും നിവൃത്തിയില്ല. സർവാധികാരത്തിന്റെയും മുഷ്കുപയോഗിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന അധികാരി കൂട്ടത്തിന്റെ നേതാവായ ഫറോവയും ശിങ്കിടികളും പിന്നാണ്ട്. മുന്നേക്കും ചാടാൻ വയ്യല്ല റബ്ബേ, പിന്നിലാണെങ്കിൽ അധികാരി വർഗമാണല്ലോ റബ്ബേ. എന്ത് ചെയ്യുമെന്നറിയാതെ പാവപ്പെട്ട അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോയിട്ട് ഇനി എന്ത് ചെയ്യും? അതേ പിടിക്കപ്പെട്ടു പോയി, രക്ഷയില്ല, നമ്മൾ നശിച്ചുപോയി, ഇനി ഒരു മാർഗവും മുമ്പിലില്ലാത്ത നമ്മളാകെ പ്രയാസപ്പെട്ടു പോയി എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ മൂസാ അലൈഹിസ്സലാം ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. കല്ലാ, വേണ്ട മക്കളെ, വേണ്ട, നിരാശയുടെ വാക്ക് വേണ്ട, ഒന്നുമില്ലെന്ന് തോന്നണ്ട, ആരുമില്ലെന്ന് തോന്നണ്ട, എവിടെയും സീറ്റില്ലെന്ന് തോന്നണ്ട, ആരും സഹായത്തിനില്ലെന്ന് തോന്നണ്ട. ഇന്നമയ റബ്ബീ, ഇന്നമയ റബ്ബീ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനൊരു മാർഗം വഴിയെ കാണിച്ചു തരും എന്നതാ അനുയായി വൃന്ദത്തെ സമാധാനിക്കുമ്പോഴേക്ക് നാം അദ്ദേഹത്തിന് വഹി കൊടുത്തു. അനിൽരിബ്യ സാക്കൽ ബഹർ, കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രമങ്ങടിച്ചേക്ക്. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, അത്ഭുതം സംഭവിക്കുകയായി, കടൽ പിളരുകയായി. അലൈഹിസ്സലാമും അനുയായികളും അക്കരെ കടന്ന് രക്ഷപ്പെടുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്നമഴിയ റബ്ബീ, പ്രതീക്ഷക്കും വക കാണാത്തതും അതാണ് നമുക്കുള്ള ഏക കൈമുതൽ. അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആദർശ പോരാട്ടത്തിനിടയിൽ സൗൽ ഒളിച്ചിരിക്കുകയാണ്. തെരച്ചിൽ സംഘയുടെ എത്തിയിട്ടുണ്ട്. അവയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവരെ കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, പ്രവാചകരെ, ശത്രുവാണ് വന്നു നിൽക്കുന്നത്, അവനൊന്ന് കുനിഞ്ഞൊന്ന് നോക്കിയാൽ നമ്മെ പിടിക്കുമല്ലോ, നാം വധിക്കപ്പെടുമല്ലോ. സർവ പ്രതീക്ഷകളുടെയും എല്ലാ പ്രതീക്ഷകളും വറ്റിയ നേരത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞപ്പോൾ നമ്മുടെ നേതാവതാ പറയുന്നു, നമ്മുടെ നേതാവ്
സമാശ്വസിപ്പിക്കുന്നു. അബൂബക്കറേ, ഓ അബൂബക്കറേ, ലാ തഹ്സൻ, ദുഃഖിക്കരുത് കേട്ടോ, ഇന്നല്ലാഹ മഅനാ, അവ നമ്മുടെ കൂടെയുണ്ട്. അബൂബക്കർ, രണ്ടാളെ കുറിച്ച് നീ എന്താ ധരിച്ചു വെച്ചത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായിട്ട് അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഭയപ്പെടണമെന്ന്? ആ ശത്രുവിനെ താഴ്ന്നു നോക്കാൻ സാധ്യമായില്ല. അയാൾക്കങ്ങനെ തിരയാൻ തോന്നിയില്ല, മടങ്ങിപ്പോകുന്നു. അതേ, ഏതു പ്രതിസന്ധിയിലും തളരാതെ പതറാതെ ഉറച്ചു നിന്നോളണം. പടറബിന്റെ സഹായം നമുക്കുണ്ടാകും, അവന്റെ പ്രത്യേകമായ കാര്യം ഉണ്ടാകും, അവന്റെ പ്രത്യേകമായ തൗഫീഖ് നമ്മെ ഏതവസരത്തിലും മലയെന്ന് നമ്മൾ മനസ്സിലാക്കൊണ്ട് തന്നെ ഏത് ഘട്ടം അതേ തവക്കുലം, ആരോടും പിണങ്ങാനും നിൽക്കണ്ട. നമുക്ക് എല്ലാവരോടും യോജനാണ് പൂതി, എല്ലാവരുമായും ഐക്യപ്പെടാനാണ് നമ്മുടെ ആഗ്രഹം. ഐക്യം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷേ ഐക്യമെന്ന് പറഞ്ഞ് ഒരു മേശക്ക് ചുറ്റും ഇരുന്ന് ചായ കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ബിരിയാണിയും കഴിച്ച് പിരിഞ്ഞു പോയാൽ ഐക്യമാവില്ലല്ലോ. അത് ജൂതന്റെ ഐക്യമാണ്, ജൂതന്റെ ഐക്യമാണ്. ജൂതന്മാർക്കിടയിലുള്ള ഐക്യം മാത്രമേ ഉള്ളൂ ആണ് ഇസ്ലാം പറയുന്നത്. കേട്ടില്ലേ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്? വതഹ്സബുഹും ജമീആ, അവരെ കുറിച്ച് നീ ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കും. ഖുലൂബുഹും ശത്താ, അവരുടെ കൽബുകളൊക്കെ വേറെ വേറെ. കൽബ് എന്തൊന്നിക്കലാണോ? കൽബിൽ വ്യത്യാസം വരാതെ എന്ത് ഐക്യമാണ്? ജൂതന്റെ ഐക്യം അങ്ങനെയാണ്. കണ്ടാ തോന്നും ഒറ്റക്കെട്ടാണ്, പക്ഷേ അവർക്കിടയിൽ പോലും ഐക്യമില്ലല്ലോ. ഐക്യം വേണമെന്ന് പറയുന്നവർക്കിടയിൽ പോലും ഒരൈക്യമില്ലല്ലോ. പെരുന്നാൾ തലേ ദിവസമായി, ഒരേ കൂട്ടർക്ക് തന്നെ തലേ ദിവസം നോമ്പ്, വേറൊരു കൂട്ടർക്ക് പെരുന്നാള്, വേറൊരു കൂട്ടർക്ക് അതാ നോമാണ്, വേറൊരു കൂട്ടർക്ക് ആണ്. ഒരു വിഷയത്തിൽ പോലും ഇങ്ങനെ ഐക്യമില്ലാത്തവരും പറയുന്നു ഐക്യം വേണം, ഐക്യം വേണം. നമ്മളെല്ലാം പറയുന്നു ഐക്യം വേണം, പക്ഷേ അല്ലാഹ് പറയുന്ന ഐക്യം എന്താണ്? അത് പണമെടുത്താൽ കിട്ടുന്ന ഐക്യമല്ല, അത് അല്ലാഹ് പഠിപ്പിച്ച മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിലേക്ക് മടങ്ങിയാൽ വല്ലാത്തൊരു സ്നേഹത്തിലെത്തും. പറഞ്ഞില്ലേ, ആ മനസ്സിന്റെ ഇൽഫത്ത്, മനസ്സിന്റെ ഇണക്കം, ആ മനസ്സിന്റെ സ്നേഹം അത് പണം കൊടുത്താൽ കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും പറഞ്ഞില്ലേ, ഭൂമുഖത്തുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരെ ഇണക്കാൻ കഴിയൂല. ആ നിലക്ക് റബ്ബൊരു സമൂഹത്തെ ഇണക്കിയില്ലേ? വലാകിന്നല്ലാഹ അല്ലഫ, അല്ലാഹ് ഇണക്കി എന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാണ്? എന്താണ് അതിന്റെ മാർഗം? യാ അയ്യുഹല്ലദീന, ഓ സത്യവിശ്വാസിയെ, അതേ ഐക്യം വേണം എന്ന് പറയുമ്പോ അല്ലാഹ് പറഞ്ഞ മാനദണ്ഡം എന്താണ്? ബിഹബിലില്ലാഹി ജമീആ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം, അതിൽ കടിച്ചു പിടിച്ചോളണം. ആദർശത്തിൽ കൃത്യമായി തന്നെ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അത് മനസ്സിലാക്കി അത് പ്രവർത്തിച്ച് അതാർക്കെതിരായിരുന്നാലും അത് കൃത്യമായി ജീവിതത്തിൽ പ്രവർത്തിക്കൊണ്ട് ആ ആദർശത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് പറയുന്ന ആ നിലക്കുള്ള ഐക്യമുണ്ടോ? ആ ഐക്യത്തിനാണ് പടച്ചവന്റെ സഹായമുള്ളത്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഐക്യം, ആദർശത്തിന്റെ പേരിലുള്ള ഐക്യം, ആ നിലകഥ കൃത്യമായ ഐക്യത്തോടെ അങ്ങ് വരുമ്പോ എല്ലാവരും പിന്നെ ഒറ്റക്കെട്ടായി. അതേ, ജീവിതത്തിൽ മുഴുവൻ മാറ്റമായി, ജീവിതത്തിന്റെ എല്ലാ അംഗങ്ങളിലും മാറ്റമായി, കണ്ണിന് മാറ്റമായി, കതിന് മാറ്റമായി, നാഗി, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയായി. അങ്ങനെ ആ രംഗത്തും ആ സൂക്ഷ്മതയോടുകൂടി തന്നെ നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ സഹായം ഇങ്ങനെ ഇറങ്ങും. അവർക്കാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കൂട്ടായ്മക്കാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ സഹായിക്കാമെന്നാണ് അല്ലാഹു ഏറ്റിട്ടുള്ളത്. റബ്ബിന്റെ സഹായമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും വേണം. അതേത് പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നങ്ങളുണ്ട്, മിമറുകളിൽ നിന്ന് വലിച്ചെക്കുന്നുണ്ട്, അതേ പുറത്തുന്നുണ്ട്, അന്നം മുടക്കുന്നുണ്ട്, ജോലികളിൽ നിന്ന് പിരിച്ചു വിടുന്നുണ്ട്, ഊര് തെണ്ടിക്കും നിങ്ങളെ എന്ന് പറയുന്നവരുണ്ട്, അതേ എല്ലാം കൊണ്ടും അനാഥരായി എന്ന് പശിക്കുന്നവരുണ്ട്, എറ്റർപ്പേടില്ല
പാർട്ടി എന്ന് പറയുന്നവരുണ്ട്, ശീലില്ലാത്തവരെന്ന് പറയുന്നവരുണ്ട്. ഏതൊക്കെ നിലക്കുള്ള പരിഹാസങ്ങൾ എന്ത് തന്നെ ഉണ്ടായാലും ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ, ആ ബോധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്തിനേക്കാളും മീതെ അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് വിജയമുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്റെ QHLS-ന്റെ അതിന്റെ പ്രവർത്തകന്മാരെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിക്കോ. ഖുർആൻ പഠിച്ചോ, ഹദീസ് പഠിച്ചോ, അത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥന, അത് തന്നെയാണ് വലിയ ആയുധം. റബ്ബിനോട് മനകൊണ്ട് തേടിയാൽ ഏത് പ്രതിസന്ധികളിലും പടച്ച റബ്ബ് നമുക്ക് ഇങ്ങനെ വാതിലുകൾ തുറന്നിരുന്നു. അത്തരക്കാര് ഒന്നുമില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ കൈകളിൽ പോരാ പലരുമുണ്ടായിട്ടും ചില സ്ഥാപനങ്ങളുടെ പള്ളികളുടെ താക്കോലുകൾ ഏൽപ്പിക്കുന്നു. എന്താണ് കാരണം? പടച്ച റബ്ബുണ്ട് നമുക്കെന്ന ഉത്തമമായ ബോധത്തോടെ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിങ്കൽ നിന്ന് വലിയ സഹായം ഉണ്ടാകും. അതാരോടെങ്കിലും വാശിക്കാനല്ല ആയിരിക്കരുത്. നമുക്കൊരു ലക്ഷ്യമേയുള്ളൂ, പരലോകത്തുള്ള വിജയമാണ്. ആ വിജയമാണ് എല്ലാ അവസരങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത്. യാത്രയുടെ അവസരത്തിലും യാത്ര മടങ്ങിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഓർമ്മപ്പെടും. നാം നമ്മെ തന്നെ പഠിപ്പിക്കുന്നത് എന്താണ്? യാത്രയിൽ എന്റെ കൂട്ടുകാരൻ. യാത്രയിലുള്ള പ്രത്യേകമായ വിശ്വാസം മാത്രമല്ല, ഏതവസരത്തിലും അല്ലാഹ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ ബോധത്തോടുകൂടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. യാത്ര പോകുന്ന അവസരത്തിൽ നമ്മുടെ ആദർശം നമ്മൾ കൃത്യമായി തന്നെ വീണ്ടും പ്രഖ്യാപിക്കുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ ഹാദാ സഫരി അൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർദാ. അല്ലാഹുമ്മ ഹബ്ബിന ലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ആ പ്രാർത്ഥന എല്ലാവരുടെയും ചുണ്ടുകളിൽ ഉണ്ടാവണേ. തീർന്നില്ല. നിങ്ങൾ മടങ്ങിപ്പോകുമ്പോ ചുരമിറങ്ങിക്കൊണ്ടാണ് മടങ്ങിപ്പോകുന്നത്. ഈ ായ നാട്ടുകാർ, ഇവിടെയുള്ള സഹോദരങ്ങളതാ എപ്പോഴും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ സ്ഥലം നമുക്ക് പരിചയമില്ല, പലർക്കും പരിചയമില്ല. ശ്രദ്ധിച്ചു വാഹനമോടിക്കണേ. ഒരുപക്ഷെ തിരിച്ചു പോകുമ്പോ ചുരങ്ങളിൽ കോടമഞ്ഞ് മൂടിയിട്ടുണ്ടായിരിക്കാം. ആരെയും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. എല്ലാവർക്കും വീടുകളിലെത്താൻ തിരക്കുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി ശൈത്താനിൽ നിന്നുള്ളതാണ്. മറികടക്കാൻ ധൃതി കൂട്ടണ്ട. തന്റെ സഹോദരനാണ് മുന്നിൽ പോകുന്നത്, തന്റെ സഹോദരനാണ് പിന്നിലും വരുന്നത്. എല്ലാവർക്കും ഒരു റൂട്ടിലൂടെയാണ് ഇറങ്ങിപ്പോകേണ്ടത്. തിരക്ക് കൂട്ടണ്ട. ചുരമിറങ്ങിപ്പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. ആ നാഥന്റെ സൃഷ്ടി വൈഭവം, അവന്റെ സൃഷ്ടി മാഹാത്മ്യം, അവനാണ് ഞങ്ങളുടെ കൂടെയുള്ളത്, അവനാണ് ഞങ്ങൾക്ക് കാവലുള്ളത്, അവനാണ് ഞങ്ങൾക്ക് ഏത് രക്ഷക്കുമുള്ളത്, അവനാണ് ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത്. ഞങ്ങൾക്കെവിടെയും ജിന്ന് വേണ്ട, ഞങ്ങൾക്കെവിടെയും മലക്ക് വേണ്ട, ഞങ്ങൾക്ക് സഹായം ാൻ അല്ലാഹ് നീ മതി ഞങ്ങൾക്ക്. ആ പ്രാർത്ഥനയോടെ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ, ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അദീം. നിരന്തരമായി നമ്മുടെ മനസ്സിലുള്ള ദുആകൾ വൈകുന്നേര സമയമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ആ ദിക്റുകൾ നിങ്ങളുടെ ചുണ്ടുകളിൽ അധികരിപ്പിച്ചോളൂ. രാത്രിയാണ് കടന്നു വരുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ച റബ്ബിനോട് ചോദിക്കണം, എന്ത്? ഈ രാത്രിയുടെ ഖൈർ നീ ഞങ്ങൾക്ക് തരണേ എന്ന്, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണേ എന്ന്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും ആ ങ്ങളിലൊക്കെ അല്ലാഹ് നമുക്ക് അവന്റെ പ്രവാചകനിലൂടെ നിശ്ചയിച്ചു തന്നിട്ടുള്ള അവനിലേക്ക് മാത്രം തവക്കുലാക്കാനുള്ള, അവനോട് മാത്രം തേടാനുള്ള, അവനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള
കണക്കിന് ദിക്റുകളും ദുആകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മമാരോട് വസിയത്ത് പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളത് പഠിപ്പിക്കണേ. അർത്ഥം നിങ്ങൾ പഠിക്കണേ, നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണേ. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും അതേ പ്രവർത്തകന്മാരെ, അതേ വണ്ടി നിൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമൊക്കെ ദിക്റുകളാൽ നാവുകളെ സജലമാക്കണേ, സജീവമാക്കണേ. കാരണം അതാണ് കൂട്ടുകാരൻ. അലാബിദിക്കിരില്ല ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്, മനസ്സിന് അടക്കം കിട്ടുന്നത് അല്ലാഹുവിനെ ഓർക്കേണ്ടിടത്തെല്ലാം ഓർക്കേണ്ട പോലെ ഓർക്കുന്നതിലാണ്. അത് മറന്നു പോകരുത്. അങ്ങനെ ഖുർആനിലൂടെ ഹദീസിലൂടെ നാം മനസ്സിലാക്കിയ ആദർശങ്ങളെ കൃത്യമായി തന്നെ പടച്ചവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ റബ്ബേ ഞങ്ങൾ തയ്യാറാണ് 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 എന്ന് പറഞ്ഞുകൊള്ള ആ ഒരു പ്രതിജ്ഞയോടെ റബ്ബിലെല്ലാം തവക്കുലാക്കി തിരിച്ചു പോയിക്കോ. പടച്ച റബ്ബിന്റെ കാവൽ നമുക്കുണ്ടാകും. അല്ലാഹു സഹായിക്കുമെങ്കിൽ ആരുടെ ഭീഷണികൾക്കും മുമ്പിൽ പതറാതെ നമുക്ക് ജീവിക്കാമല്ലോ. പടച്ച റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകുമല്ലോ. ആ നിലക്ക് കൃത്യമായി ആദർശങ്ങളെ പഠിക്കുകയും പഠിച്ചതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് വാക്കും പ്രവൃത്തിയും ഒരുമിപ്പിച്ചു കൊണ്ടുപോയിക്കൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കും